നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KL64 ചാലക്കുടി സോണിന്റെ ജനറൽ ബോഡി യോഗം നടത്തി. ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മറ്റത്തൂർ ചേലക്കോട്ടുകര ഭാഗത്തു നിന്നും ചാരായം വാറ്റുന്നതിനായി തയ്യാർ ചെയ്ത 200 ലിറ്റർ വാഷ് പിടികൂടി. കോട്ടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് NSS യൂണിറ്റും IQACയും സംയുക്തമായി ആർദ്രം ലോക മാനുഷിക ദിനാചരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി, SNG ട്രസ്റ്റ് പ്രസിഡന്റ് KK ബാലൻ, കൗൺസിലർമാരായ PG അനിൽകുമാർ, AK ഗംഗാധരൻ, PR മോഹനൻ, TV ബഗ്ഗി, PS മനോജ്, വനിതാ സമാജം സെക്രട്ടറി അജിത മനോജ്, ലത ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വർണ്ണാഭമായ വലിയ ഘോഷയാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് ആഘോഷങ്ങൾ പ്രാർത്ഥനാ നിർഭരമാക്കിക്കൊണ്ടാണ് ചാലക്കുടി SNDP യോഗം ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പാടെ തകർക്കുമ്പോൾ, ഒരു സമൂഹത്തിൻ്റെ പ്രതീക്ഷകളെ അപ്പാടെ തകർക്കുമ്പോൾ നമുക്ക് ഈ ജയന്തി സുദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഓരോ യോഗ പ്രവർത്തനം, ഓരോ ഗുരുഭക്തനും ചേരണം എന്നീ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി 170ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം ചാലക്കുടി യൂണിയന്റെയും ശ്രീനാരായണ സമാജം ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ കൂടപ്പുഴ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ പരിപാടി പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി, നഗരസഭാ കൗൺസിലർ BG സദാനന്ദൻ, അനിൽ തോട്ടാവീഥി, സമാജം സെക്രട്ടറി KT ബാബു, ജോയിന്റ് സെക്രട്ടറി ബാബു തുമ്പരത്തി, PC മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വ്യക്തികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട KA ഉണ്ണികൃഷ്ണനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. നമ്മുടെ മക്കളെല്ലാം ഈ സമൂഹത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായി വളർത്തുവാൻ പ്രതിബദ്ധതയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം ഈ മയക്കുമരുന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാം. നമ്മുടെ പ്രതീക്ഷകൾ അപ്പാടെ തകർക്കുന്ന, നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം തകർക്കുന്ന, നമ്മുടെ സമൂഹത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ മക്കളായി വളരേണ്ട യുവത്വങ്ങളെ നശിപ്പിക്കുന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KL64 ചാലക്കുടി സോണിന്റെ ജനറൽ ബോഡി യോഗം നടത്തി. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി തൃശൂർ സൂപ്രണ്ട് ഓഫ് പോലീസും കൊടകര സ്വദേശിയുമായ P വാഹിദ് IPS ഉദ്ഘാടനം ചെയ്തു. KTDO തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീനി വെളിയത്ത് അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ ആദരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി മുഖ്യാതിഥിയായി. ചാലക്കുടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാൻജോ വർഗീസ് വിശിഷ്ടാതിഥിയായിരുന്നു. KTDO സംസ്ഥാന പ്രസിഡന്റ് ബാഹുലയൻ സംഘടനാ വിശദീകരണം നടത്തി. പരിപാടിയിൽ മധു അഷ്ടമിച്ചിറ അനുശോചനവും താജുദ്ദീൻ കൊരട്ടി സ്വാഗതവും പറഞ്ഞു. സോൺ സെക്രട്ടറി വിനോദ് റിപ്പോർട്ടും ട്രഷറർ രവീന്ദ്രൻ അഷ്ടമിച്ചിറ കണക്കും അവതരിപ്പിച്ചു. ഷാജി തമ്പാനൂർ, സജീഷ് ഗുരുവായൂർ, ആശിഷ് ഗുരുവായൂർ, മഹേഷ് ഗുരുവായൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പരിപാടിയിൽ വിശിഷ്ടാതിഥികളെ ആദരിച്ചു. ഒരു വാഹനത്തിന്റെ പുറകിലിരിക്കുന്ന ആളല്ല, ആ വാഹനം ഓടിക്കുന്ന ആളാണെന്നാണ് നമ്മൾ സാധാരണ കാണുന്നത്. പുറകിലിരിക്കുന്ന വ്യക്തിയുടെ മഹത്വം എത്രയാണെങ്കിലും സുരക്ഷിതത്വം മുന്നിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാഹനത്തിൽ VIP എന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്നവരാണ്. വാഹനം ഓടിക്കുന്നവരുടെ ചെറിയൊരു അശ്രദ്ധ പിന്നിട്ടിരിക്കുന്ന VIPയുടെ ജീവൻ അപകടത്തിലാകും. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് പറയാം. ഇന്നത്തെ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ സർവീസിൽ വരുന്നത് തോന്നിട്ട് കേരളത്തിന്റെ തിരുവീതികളിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി യാത്രക്കാരെയും കാത്തിരുന്ന ഡ്രൈവേഴ്സ്
അവരെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജികൾ വളർന്ന സമയത്ത്, മൊബൈൽ ഫോണുകൾ വന്ന സമയത്ത് വളരെ ആഹ്ലാദപ്രദമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു. തങ്ങളുടെ യാത്രാവേളകളിലും അതുപോലെ തന്നെ ഗ്രഹത്തിലായിരുന്നാലും തങ്ങൾ എവിടെയായിരുന്നാലും തങ്ങൾക്കൊരു ട്രിപ്പ് കിട്ടുന്നതിന് വേണ്ടി അത് ഉപകാരപ്രദമാകും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അവരെ സന്തോഷത്തിലേക്ക്. ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മറ്റത്തൂർ ചേലക്കോട്ടുകര ഭാഗത്തു നിന്നും ചാരായം വാറ്റുന്നതിനായി തയ്യാർ ചെയ്ത 200 ലിറ്റർ വാഷ് പിടികൂടി. ഇരിഞ്ഞാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് കണ്ടെത്തിയത്. ചേലക്കോട്ടുകര മാങ്കുറ്റിപ്പാടം റോഡിനോട് ചേർന്ന് തോടിനരികിൽ രഹസ്യമായി സൂക്ഷിച്ച നിലയിലാണ് വാഷ് കണ്ടെടുത്തത്. പ്രതിക്കു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതായും ഓണാഘോഷത്തോടനുബന്ധിച്ച് മലയോര മേഖലയിൽ ചാരായം നിർമ്മിക്കുന്നതിനായി പലരും വാഷ് ഉണ്ടാക്കുന്നുവെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും എക്സൈസ് അറിയിച്ചു. എക്സൈസ് സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ രാംപ്രസാദ്, പ്രിവന്റീവ് ഓഫീസർമാരായ സുനിൽ പി കെ, ജീവേഷ് MP, സിവിൽ എക്സൈസ് ഓഫീസർ റിഹാസ് AS എന്നിവരും ഉണ്ടായിരുന്നു. അമിത വേഗതയിലെത്തിയ കാർ എതിർദിശയിൽ വന്ന സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. മനക്കുളങ്ങര കൊല്ലമ്മാടി വീട്ടിൽ 45 വയസ്സുള്ള സുദർശിനിയാണ് മരിച്ചത്. ഭർത്താവ് രാജൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കൊമ്പൊടിഞ്ഞാമാക്കൽ ഭാഗത്തുനിന്ന് വന്നിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്ന് അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. കാർ വരുന്നത് കണ്ട് സ്കൂട്ടർ നിർത്താൻ ശ്രമിക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പരിക്കേറ്റ സുദർശിനി ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് മരിച്ചത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. കാർ ഡ്രൈവർ കുരിയച്ചിറ സ്വദേശി ജോസിനെതിരെ ആളൂർ പോലീസ് കേസെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് NSS യൂണിറ്റും IQACയും സംയുക്തമായി സംഘടിപ്പിച്ച ആർദ്രം ലോക മാനുഷിക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററായ ഇമ്മാനുവൽ കൃപ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി സിസ്റ്റർ ജാൻസി നിർവഹിച്ചു. സിലബസിനപ്പുറമുള്ള ജീവിതത്തിന്റെ പാഠങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ ആണ് ഇത്തരം പരിപാടികളിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതെന്ന് തദവസരത്തിൽ വിദ്യാർത്ഥികളോട് സംബന്ധിച്ച കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ അഭിപ്രായപ്പെട്ടു. NSS വോളണ്ടിയേഴ്സ് ഇമ്മാനുവൽ കൃപ ട്രസ്റ്റിലെ അന്തേവാസികൾക്കായി ഉച്ചഭക്ഷണം നൽകുകയും അവർക്കായി നിത്യോപയോഗ സാധനങ്ങൾ ശേഖരിച്ച് നൽകുകയും ഉണ്ടായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കരുണ K, ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി എന്നിവരും ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസം മൂല്യവത്താകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിദ്യാർത്ഥികളോട് സംസാരിച്ചു. വേദനിക്കുന്നവർക്ക് സാന്ത്വനമായി എല്ലാം മറന്ന് സന്തോഷിക്കാൻ പാട്ടും ഡാൻസും അടക്കം വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികളും അന്തേവാസികളും ചേർന്ന് അവതരിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ സ്വാഗതവും സ്റ്റുഡന്റ് കോർഡിനേറ്റർ അരുൾ കൃഷ്ണ നന്ദിയും രേഖപ്പെടുത്തി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു. ഇതര സംസ്ഥാനക്കാരിയായ യുവതിയാണ് പ്രസവിച്ചത്. പ്ലാറ്റ്ഫോം നമ്പർ 1 എക്സ്കലേറ്ററിന് സമീപം പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആംബുലൻസ് എത്തിക്കുന്നതിന് മുൻപ് തന്നെ യുവതി പ്രസവിച്ചു. ഇതോടെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ ASI അജിതകുമാരിയുടെ നേതൃത്വത്തിൽ RPF പ്രവർത്തകർ പ്രസവ രക്ഷ നടത്തി. പ്രസവം പൂർത്തിയാക്കിയ ശേഷം അമ്മയെയും കുഞ്ഞിനെയും പിന്നീട് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര.
പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KL64 ചാലക്കുടി സോണിന്റെ ജനറൽ ബോഡി യോഗം നടത്തി. ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മറ്റത്തൂർ ചേലക്കോട്ടുകര ഭാഗത്തു നിന്നും ചാരായം മാറ്റുന്നതിനായി തയ്യാർ ചെയ്ത 200 ലിറ്റർ വാഷ് പിടികൂടി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് NSS യൂണിറ്റും IQACയും സംയുക്തമായി ആർദ്രം ലോക മാനുഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.